ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയെന്ന തോന്നൽ നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഹൃദ്യമായി മാറിയെങ്കിൽ എത്ര രസകരമായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭാര്യയും ഭർത്താവും എല്ലാം തുറന്നു പറയുന്നവരും പരസ്പരം മനസ്സിലാക്കുന്നവരുമാണെങ്കിൽ ജീവിതം അത്രമേൽ മനോഹരമായിരിക്കും. എന്നാൽ ഇവിടെ തിരിച്ചാണ്. പലരും സ്വന്തം പങ്കാളിയെ മനസ്സിലാക്കാൻ തയ്യാറാകില്ല. പകരം സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കും. പങ്കാളി മറ്റൊരാളോട് സംസാരിച്ചാലും നോക്കിയാലും സംശയം. അവരുടെ സ്നേഹം നഷ്ടപ്പെടുമെന്ന തോന്നൽ. ഇവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്. കോട്ടയം പൂവത്തുംമൂട്ടിലെ അധ്യാപികയായ ഡോണിയയും ഭർത്താവ് കൊച്ചുമോനും തമ്മിൽ വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ചു. പക്ഷെ പരസ്പരം മനസ്സിലാക്കിയില്ല. ഒടുവിൽ ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന സംശയം ആക്രമണത്തിൽ വരെയും കലാശിക്കുന്നു. എറണാകുളം മലയാറ്റൂരിൽ 19-കാരിയെ കാമുകൻ കൊലപ്പെടുത്തിയതും സംശയത്തെ തുടർന്നാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ പ്രണയത്തിലായിരുന്ന ചിത്രപ്രിയ തന്നിൽ നിന്നകന്നെന്ന തോന്നലാണ് അലനെ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. നമ്മുടെ ഇടയിൽ ബന്ധങ്ങൾക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നിങ്ങളൊരു സംശയരോഗിയാണോ? പങ്കാളിക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് ഇടയ്ക്ക് മനസ്സിൽ തോന്നാറുണ്ടോ? എങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. കാരണം സംശയരോഗം അപകടകരമാണ്. അത് നമ്മളെ ആക്രമണകാരിയാക്കാം, ചിലപ്പോൾ കൊലയാളിയാക്കാം. കോട്ടയത്ത് അധ്യാപികയായ ഭാര്യയെ സ്കൂളിനുള്ളിൽ കയറി ഭർത്താവ് ആക്രമിച്ചത് സംശയത്തിൻ്റെ പേരിലാണ്. പൂവത്തുംമൂട് ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപിക ഡോണിയയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. കഴുത്തിന് വെട്ടേറ്റ ഡോണിയ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ഭർത്താവ് കൊച്ചുമോനെ പാമ്പാടിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ഥിരം മദ്യപാനിയായ കൊച്ചുമോനും ഭാര്യ ഡോണിയും തമ്മിൽ കുറച്ച് നാളുകളായി അകന്നു കഴിയുകയായിരുന്നു. യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പോലീസ് പറയുന്നു. രാവിലെ 10:30 പൂവത്തുംമൂട് ഗവൺമെന്റ് LP സ്കൂളിലെ ഓഫീസ് മുറിയിലാണ് സംഭവം. പുസ്തകം നൽകാനെന്ന വ്യാജേന എത്തിയ കൊച്ചുമോൻ ഭാര്യയുടെ കഴുത്തിന് മുറിവേൽപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു. രാവിലെ 9:00 ഒരു പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു. അന്നേരം ഞാൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ വന്നില്ല എന്ന് പറഞ്ഞ എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പം ഒരു പുസ്തകം കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ പുസ്തകം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പം അല്ല ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞ് പറഞ്ഞപ്പം വേണ്ട ഞാൻ തന്നെ കൊടുത്തോളാന്ന് പുള്ളിക്കാരൻ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിപ്പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ 10:45 ഇവിടെ വരുന്നത്. അത് വരുന്ന ഞാൻ കണ്ടില്ല. ഞാൻ ഓഫീസിലില്ലായിരുന്നു. ഞാൻ ആ പ്രീ പ്രൈമറി പിള്ളേരുടെ അടുത്ത് പോയിരിക്കുവായിരുന്നു. അപ്പോൾ തിരിച്ചിതെല്ലാം കഴിഞ്ഞ് വേളം കേട്ടു ഇവിടെ വരുമ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ ക്ലാസ് മുറിയിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വെച്ചാൽ ചെയ്യുന്നത്. കഴുത്തിൽ നിന്ന് ചോര വാർന്ന നിലയിൽ സഹ അധ്യാപകരാണ് ഡോണിയയെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഡോക്ടർമാർ നൽകുന്ന സൂചന. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഡോണിയയും കൊച്ചുമോനും പിരിഞ്ഞു കഴിയുകയായിരുന്നു. ഏറ്റുമാനൂരിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ് ഡോണിയ ഇപ്പോൾ താമസിക്കുന്നത്. ഭർത്താവിൻ്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മണർകാട് പോലീസിന് ഇവർ നേരത്തെ പരാതി നൽകിയിരുന്നു. ഇത് ഒത്തുതീർപ്പായ ശേഷവും പിന്നെയും മർദ്ദനമുണ്ടായതോടെയാണ് ഡോണിയ മാറി താമസിച്ചത്. സ്കൂളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതി കൊച്ചുമോനെ പാമ്പാടിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരപുരുഷ ബന്ധം സംശയിച്ചാണ് കൊച്ചുമോന്റെ നിരന്തര അക്രമങ്ങൾ എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ന്യൂസ് 18 കോട്ടയം. പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും പണ്ടുകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അന്തരങ്ങളും ചേർച്ചയില്ലായ്മയും കണ്ടുവരുന്നുണ്ട്. ഇവിടെ നാം അറിയാതെ സൃഷ്ടിക്കപ്പെട്ട വേർതിരിവുകളും അതിർവരമ്പുകളുമാണ് വില്ലനാകുന്നത്. പ്രണയമെന്ന വികാരത്തിനും മാറ്റങ്ങൾ സംഭവിച്ചു. പരസ്പര വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെടുന്നവർ, സ്വാർത്ഥതയുടെ മൂടുപണമണിയുന്നവർ, നിസ്സാര തെറ്റിദ്ധാരണകളുടെ പേരിൽ പങ്കാളിയെ കൊലപ്പെടുത്തുന്നവർ. മലയാറ്റൂരിൽ 19-കാരിയെ ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയത് മുൻകൂട്ടി തീരുമാനിച്ചെന്നാണ് നിഗമനം. പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല കൊലയ്ക്ക് കാരണം. കൃത്യമായ ആസൂത്രണമുണ്ടായിട്ടുണ്ട്. നിന്നെ കൊല്ലുമെന്ന് അലൻ ചിത്രപ്രിയയ്ക്ക് അയച്ച സന്ദേശം കേസിൽ നിർണായകമാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ പരസ്പരം അറിയാവുന്നവരാണ് ചിത്രപ്രിയയും അലനും. പിന്നീട് ഇരുവരും തമ്മിൽ പ്രണയമായി. ഇതിനെ തുടർന്ന് വീട്ടിലേക്ക് വരരുതെന്ന് ചിത്രപ്രിയയുടെ വീട്ടുകാർ വിലക്കുന്ന സാഹചര്യമുണ്ടായി.
തുടർന്നാണ് ചിത്രപ്രിയ ബംഗളൂരുവിലേക്ക് പഠിക്കാനായി പോകുന്നത്. അലനുമായുള്ള ബന്ധം ഏറെക്കുറെ അവസാനിപ്പിച്ച ശേഷമാണ് ചിത്രപ്രിയ ബംഗളൂരുവിൽ ഏവിയേഷൻ പഠനത്തിനായി പോയത്. എന്നാൽ ഇതിനിടയിലും അലൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. മാത്രമല്ല, മറ്റു സുഹൃത്തുക്കളെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കും തർക്കവും ഉണ്ടായി. ചിത്രപ്രിയ നാട്ടിൽ അവധിക്കായി എത്തിയപ്പോഴാണ് അലൻ കരുതിക്കുട്ടി വിളിച്ചുകൊണ്ടുപോകുന്നതും കൊലപ്പെടുത്തുന്നതും. 6-ാം തീയതിയാണ് ചിത്രപ്രിയയെ കാണാനില്ലെന്ന പരാതി ലഭിച്ചത്. 8-ാം തീയതി കൂട്ടുകാരായ 3 പേരെ ചോദ്യം ചെയ്തിരുന്നു. 9-ാം തീയതി നാട്ടുകാർ മൃതശരീരം കണ്ടു. പിന്നാലെയാണ് കാമുകൻ അലനെ പോലീസ് പിടികൂടിയത്. ഫോണിൽ മറ്റൊരു യുവാവിനൊപ്പമുള്ള ചിത്രങ്ങൾ കണ്ടതിന്റെ പേരിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. മദ്യലഹരിയിൽ പെൺകുട്ടിയെ കല്ലുകൊണ്ട് തലക്കടിച്ചതായി അലൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തി. ഇയാൾ മയക്കുമരുന്നിന് അടിമയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കുറച്ച് CCTVകളും കുട്ടീൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഫോണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സയന്റിഫിക് എക്സാമിനേഷനും സാമ്പിൾസ് ഒക്കെ ഫോറൻസിക് എക്സാമിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് വരുന്ന മുറയ്ക്ക് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഫർദർ എന്താ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ബാക്കി എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നെല്ലാം നോക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും ഇൻവോൾവ്മെന്റ്സ് ഉണ്ടോ, പാരന്റ്സ്ക്ക് വേറെ ആരെങ്കിലും മേലും സംശയങ്ങളുണ്ടോ, അവരുടെ മൊഴികളും എലാബറേറ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട്. നമ്മുടെ തെളിവുകൾ ഇതുവരെ ഉള്ള പ്രകാരം ഓരോ ആൺകുട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന മുറയ്ക്കാണ് നോക്കുന്നത്. ബംഗളൂരുവിൽ നിന്നും ഒരാഴ്ച മുൻപ് വീട്ടിലെത്തിയ ചിത്രപ്രിയയെ ശനിയാഴ്ചയാണ് കാണാതായത്. മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ശനിയാഴ്ച രാത്രി തന്നെ വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകി. അന്വേഷണം ആരംഭിച്ച പോലീസ് പ്രതിക്കൊപ്പം പെൺകുട്ടി ബൈക്കിൽ പോകുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു. നിലവിൽ അലനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തതെങ്കിലും കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. പെൺകുട്ടിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസിന്റെ തീരുമാനം. മൃതദേഹത്തിന് സമീപത്തു നിന്നും രക്തക്കറയുള്ള വെട്ടുകല്ല് പോലീസ് കണ്ടെത്തിയിരുന്നു. ഫോറൻസിക് പരിശോധനയ്ക്കായി ഈ കല്ലും പോലീസ് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം കടക്കാവൂരിന് സമീപം കണ്ണങ്കരയിൽ ആളും അനക്കവുമില്ലാത്ത റബ്ബർ തോട്ടം. കാട് പിടിച്ചു കിടക്കുന്ന ആ പ്രദേശത്ത് ഒരാളെ കൊന്നിട്ടാലും പുറലോകം അറിയില്ല. അവിടെ കരിയിലകൾക്കിടയിൽ ഭീതിപ്പെടുത്തുന്നൊരു കാഴ്ച. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് റബ്ബർ തോട്ടത്തിൽ മനുഷ്യൻ്റെ അസ്ഥികൂടം കണ്ടെത്തിയത്. അസ്ഥികൂടത്തിന് സമീപത്തായി തലയോട്ടിയും വസ്ത്രവും മുടിയും. മൃതദേഹം കണ്ട സ്ഥലത്തിന് സമീപത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ദേവദാസൻ എന്നയാളാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ദുരൂഹത ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. രണ്ട് ദിവസമായി പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് സ്ഥലത്ത് പരിശോധന നടത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. അസ്ഥികൂടത്തിന് സമീപത്തായി തലയോട്ടിയും വസ്ത്രവും മുടിയും കണ്ടെത്തി. ശരീര അവശിഷ്ടങ്ങൾക്ക് 10 ദിവസത്തോളം പഴക്കം വരും. ദേവദാസൻ ആശാരിയുടെ വസ്ത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ചെരുപ്പും മറ്റ് പണിയായുധങ്ങളും എല്ലാം തന്നെ അവിടെ നിന്ന് കണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തൊഴിലാളികളെ മുഴുവൻ കണ്ടു. ഒരാഴ്ച കൊണ്ട് ഇവിടെ സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇന്ന് വന്നപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു. അങ്ങനെ ഇന്ന് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞ് വന്നായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ബോഡി കണക്ക് തോന്നി. ഇതിന് എന്തൊക്കെ ഒരു സംശയത്തിൻ്റെ ഏർപ്പാടുണ്ട്. കാര്യം കത്തിയൊക്കെ കിടക്കുന്നു എന്തോ ഇങ്ങനെ. പിന്നെ അത് മാത്രമല്ല, എപ്പോഴൊക്കെ ഇവിടെ ആൾ കാണുന്നത് ഇത്രയും ദിവസമായിട്ട് ഇതൊന്ന് കാണാനോ എടുക്കാനോ ഒന്നും ആർക്കും പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. ഇത്രയും നികൃഷ്ടമായ ബോഡി ഇത്രയും വളരെ ആവുന്നത് വരെ ആർക്കും ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. 75 വയസ്സുള്ള ദേവദാസൻ എന്നയാളെ 10 ദിവസമായി പ്രദേശത്തു നിന്ന് കാണാനില്ലായിരുന്നു. സമീപത്തുണ്ടായിരുന്ന കണ്ണടയും ചെരുപ്പും ഇദ്ദേഹത്തിന്റെ മരുമകൻ തിരിച്ചറിഞ്ഞു. കുടുംബവുമായി പിണങ്ങി കഴിയുന്ന ദേവദാസൻ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. മരിച്ചത് ദേവദാസൻ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനും കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തും. നമ്മളെ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെ കാണുമ്പോൾ ഇപ്പോഴും ഉള്ളിൽ ബഹുമാനം തോന്നുമല്ലേ? എന്നാൽ ഇക്കാലത്ത് ചില അധ്യാപകരെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നാണക്കേടാണ്. അവരുടെ ജീവിതത്തിൽ പോലും മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ നാടിൻ്റെ പോക്ക് അപകടത്തിലേക്കായിരിക്കും. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും
അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ചില അധ്യാപകരുള്ള നാടാണിത്. കണ്ണൂർ പയ്യന്നൂരിൽ +2 വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിച്ചത് അധ്യാപകനും സുഹൃത്തുക്കളും ചേർന്ന്. പയ്യന്നൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 വിദ്യാർത്ഥികളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൈൽഡ് ലൈൻ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പയ്യന്നൂർ കവ്വായി തൃക്കരിപ്പൂർ തങ്കയം സ്വദേശികളായ വിദ്യാർത്ഥികളാണ് അധ്യാപകന്റെയും സുഹൃത്തുക്കളുടെയും അതിക്രമത്തിനിരയായത്. അധ്യാപകൻ വിദ്യാർത്ഥികളെ സ്വന്തം നാടായ പഴയങ്ങാടിയിലേക്ക് വിളിച്ചു വരുത്തി സുഹൃത്തുക്കളുമായി ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇവരാണ് ചെറിയ കാര്യങ്ങളാണ് പിന്നെ അവിടെ പറയുന്നില്ല അടി, അതുപോലെ അടി അടിച്ച് നമ്മളെ എന്തുകൊണ്ട് വെച്ച് മട്ടൽ കഷ്ണം ഉണ്ടായി. മട്ടൽ കഷ്ണത്തിന് മുളവടി പോലത്തെ വലിയ വടി, മരത്തിൻ്റെ ഒരു വടിയില്ല നല്ല ഇനി ഇരുമ്പിൻ്റെ ഉണ്ടായി തോന്നറിയില്ല, അതിനെ കൊണ്ട് അടിച്ച് ഒന്നും തിരിയുന്നില്ല, ഇരുട്ടാണ്ടായി നല്ല അടി അടിച്ച്. പക്ഷെ നമുക്ക് മുഖം കറക്റ്റ് അറിയാം, 4 ആളെ മുഖം കറക്റ്റാൻ വേണ്ടി. എത്ര പേരുണ്ട്? 4 ആള്, മാസം കൂട്ടി 4 ആള്. ലാസ്റ്റ് ഒരാൾ വന്നില്ല, അയാളെ കുറച്ച് വിട്ടോ പറഞ്ഞു. നല്ല അടി അടിച്ചിന്, ഇവരെല്ലാം ഇങ്ങനെ പിടിച്ച് ബോക്സിങ് അടിച്ചു, പട്ടികളെ അങ്ങനെ കുത്തുന്നു, എന്നാ മട്ടക്കഷ്ണം വെച്ച് മുഖത്തടിച്ചു. സ്കൂളിൽ നിന്നും കൊടൈക്കനാലിലേക്ക് നടത്തിയ വിനോദയാത്രക്കിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അവസാന ദിവസം രാത്രി നടത്തിയ DJയിൽ ഗസ്റ്റ് അധ്യാപകൻ ഒരു വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്ന് ഇവർ പരാതി ഉയർത്തിയിരുന്നു. തുടർന്ന് അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും മാപ്പ് പറഞ്ഞ് വിദ്യാർത്ഥികൾ പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രശ്നങ്ങൾ സംസാരിച്ചു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അധ്യാപകൻ ഇവരെ സ്വദേശമായ പഴയങ്ങാടിയിലേക്ക് വിളിച്ചു വരുത്തിയത്. അവിടെ വെച്ച് അധ്യാപകനും സുഹൃത്തുക്കളായ 4 പേരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സംഭവം വീട്ടുകാരറിഞ്ഞതോടെയാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഴയങ്ങാടി പോലീസിന് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പയ്യന്നൂർ. ക്രിസ്മസ് അവധിക്കാലം വരികയാണ്. സാധാരണ കുട്ടികൾ ബന്ധുവീടുകളിലും അയൽവീടുകളിലുമൊക്കെ കളിക്കാൻ പോകുന്ന സമയം. എത്ര അടുപ്പമുള്ളവരാണേലും മക്കൾ പുറത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കളുടെ അതീവ ശ്രദ്ധ വേണം. കാരണം ഒന്ന് കണ്ണു തെറ്റിയാൽ കഴുകനെ പോലെ കുട്ടികളെ പിച്ചി ചീന്താൻ പലരും നോക്കിയിരിക്കുന്നുണ്ട്. ഇടുക്കിയിൽ ഒരു ഓണാവധിക്കാലത്ത് 9 വയസ്സുകാരിക്ക് നേരെ അയൽവാസി ലൈംഗികാതിക്രമം നടത്തിയ കേസ് ഈ നാട്ടിലെ അച്ഛനമ്മമാർ മനസ്സിലാക്കണം. കൂട്ടുകാരിയുടെ അച്ഛനാണ് 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചത്. കേസിൽ 1 വർഷത്തിന് ശേഷം വിധി വന്നിരിക്കുന്നു. 9 വയസ്സുകാരിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 5 വർഷം കഠിന തടവാണ് ശിക്ഷ. പ്രതി ഗിരീഷ് 30,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് ഇടുക്കി പോക്സോ അതിവേഗ കോടതിയുടെ വിധിയിലുണ്ട്. ലെ ഓണാവധിക്കാലത്താണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചിരുന്ന പെൺകുട്ടി അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ അയൽവാസിയായ പ്രതിയുടെ മകളോടൊപ്പം ഇവരുടെ വീട്ടിലെത്തി. ഈ സമയത്താണ് അതിക്രമം നടന്നതായി പറയുന്നത്. വീടിന്റെ ടെറസിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പെൻസിലെടുക്കാനായി പ്രതിയുടെ മകൾ പറഞ്ഞുവിട്ടപ്പോൾ ഗിരീഷ് മുറിയിൽ വെച്ച് അതിക്രമം കാട്ടിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കേസിന്റെ വിചാരണാ വേളയിൽ ഭാര്യയും മകളും പ്രതിക്കെതിരെ മൊഴി നൽകിയതും നിർണായകമായി. അഞ്ച് വർഷം കണ്ണുതടവും 30,000 രൂപ പിഴയുമാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. പിഴയൊടുക്കാത്ത പക്ഷം 6 മാസം അധിക തടവ് അനുഭവിക്കണം. പെൺകുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോടും കോടതി ശുപാർശ ചെയ്തു. 2024 ഇടുക്കി പോലീസ് രജിസ്റ്റർ ചെയ്ത് സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് സജീവ് അന്വേഷണം നടത്തിയ കേസിലാണ് ഇടുക്കി പോക്സോ അതിവേഗ കോടതിയുടെ വിധിയുണ്ടായത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷിജോ മോൻ ജോസഫ് ഹാജരായി. ന്യൂസ് 18 ഇടുക്കി. നമ്മുടെ വീടുകളിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരുമ്പോൾ അവർ കുട്ടികളോട് വലിയ വാത്സല്യം കാണിക്കും. ആത്മാർത്ഥമായി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരും താലോലിക്കുന്നവരുമുണ്ട്. എന്നാൽ വീട്ടിൽ വരുന്നവർ മക്കളോട് അസ്വാഭാവികമായി ഇടപെടുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അത് പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ആൺകുട്ടികളുടെ മേലും ശ്രദ്ധ വേണം കേട്ടോ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 7 വർഷം മുൻപ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് വീടുമായി അടുപ്പമുണ്ടായിരുന്ന യുവാവാണ്. കുട്ടിയെ അശ്ലീല ദൃശ്യങ്ങൾ കാട്ടി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 51 വർഷം കഠിന തടവ് ശിക്ഷ. പ്രതി കിച്ചു എന്ന ആരോമൽ 25,000 രൂപ പിഴയടക്കണമെന്നും
കാട്ടാക്കട പോക്സോ കോടതിയുടെ വിധിയിലുണ്ട്. കാട്ടാക്കട കുളത്തൂർ സ്വദേശി കിച്ചു എന്ന് വിളിക്കുന്ന 27-കാരൻ ആരോമലിനെയാണ് കാട്ടാക്കട പോക്സോ കോടതി 51 വർഷം കഠിന തടവിനും 1,25,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. പിഴത്തുക ഇരയ്ക്ക് നൽകണം. പിഴയൊടുക്കിയില്ലെങ്കിൽ 13 മാസം അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു. ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം. അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ കുട്ടിയെ മൊബൈലിൽ കാണിച്ച ശേഷം ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നാണ് കേസ്. ഇത്തരത്തിൽ 3 വർഷത്തോളം ലൈംഗിക പീഡനം നടന്നതായി കോടതി കണ്ടെത്തി. കുട്ടിയുടെ അസ്വാഭാവിക പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ബന്ധുക്കൾ നടത്തിയ അന്വേഷണമാണ് കേസിലേക്ക് എത്തിച്ചത്. ചൈൽഡ് ലൈനിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാട്ടാക്കട പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും 30 സാക്ഷികളെ വിസ്തരിക്കുകയും 51 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ CR പ്രമോദ്, അഭിഭാഷകരായ പ്രസന്ന പ്രണയം എന്നിവർ ഹാജരായി. ന്യൂസ് 18 കാട്ടാക്കട. ചില വാർത്തകൾ കേൾക്കുമ്പോൾ കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കളുടെ ഉള്ളിൽ വല്ലാത്ത ആശങ്കയാണ്. ഈ നാട്ടിൽ മക്കളെ എങ്ങനെ സുരക്ഷിതമായി വളർത്താൻ കഴിയുമെന്ന ഭയം. സ്വന്തം വീട്ടിൽ പോലും സുരക്ഷയില്ല. പുറത്തിറങ്ങിയാലും അപകടം പതിവ്. കൊല്ലത്തുണ്ടായ 2 പോക്സോ കേസുകളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇരുവിപുരത്ത് 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചത് അയൽവാസിയാണ്. തഴുത്തലയിൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന പെൺകുട്ടിക്ക് നേരെയായിരുന്നു അതിക്രമം. 2 കേസുകളിലും ഒളിവിലായിരുന്ന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ പോയിരുന്ന രാജേന്ദ്രനെയാണ് 6 മാസത്തിനു ശേഷം ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മത്സ്യബന്ധന മേഖലയിൽ തൊഴിൽ ചെയ്തിരുന്ന ഇയാളെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത്. മുൻപ് കുട്ടിയെ വീട്ടിലേക്ക് വിളിപ്പിച്ച് പീഡിപ്പിച്ച ഇയാൾ നാട്ടുകാർ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ഫോൺ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓച്ചിറയിലെ ഫാൻസി കടയിൽ ജോലി ചെയ്തു വരവെയാണ് പോലീസ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടിയത്. മദ്യലഹരിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയോട് അസഭ്യം പറയുകയും കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് 25-കാരനായ ആരോമൽ അറസ്റ്റിലായത്. തഴുത്തല PK ജംഗ്ഷന് സമീപം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനിയെ പ്രതി തടഞ്ഞു നിർത്തി ഉപദ്രവിച്ചു എന്നാണ് കേസ്. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ എത്തി പോലീസിനെ വിവരമറിയിച്ചതോടെയാണ് ആരോമലിനെ പിടികൂടിയത്. മുൻപും പ്രതി പെൺകുട്ടികളുടെ അപമര്യാദയായി പെരുമാറിയ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നു. കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പൾസർ സുനി അടക്കം 6 പ്രതികളുടെ ശിക്ഷ അറിയാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ്. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ കണ്ടെത്തിയത്. കൂട്ടബലാത്സംഗം ചുമത്തപ്പെട്ടതിനാൽ കടുത്ത ശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ട കോടതി നടപടിയിൽ വിമർശനമുയർന്നതോടെ അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. നടൻ ദിലീപും തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യമുന്നയിച്ചു. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലാ കോടതി സമുച്ചയം പല നാടകീയ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 2017 ഫെബ്രുവരി 23-ന് പൾസർ സുനി കീഴടങ്ങാനെത്തിയത് ഇവിടെയാണ്. അന്ന് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് എപ്പോഴും ഈ കോടതി പരിസരം ശ്രദ്ധാകേന്ദ്രമായി. കഴിഞ്ഞ ദിവസം കോടതി പൾസർ സുനി ഉൾപ്പെടെ 5 പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. അതിനുശേഷം തൃശൂരിലെ വിയ്യൂർ ജയിലിലേക്കാണ് ഇവരെ കൊണ്ടുപോയത്. പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്നാണ്
ഇനി അറിയേണ്ടത്. ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിൽ NS, രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി, മൂന്നാം പ്രതി മണികണ്ഠൻ, നാലാം പ്രതി വിജീഷ, അഞ്ചാം പ്രതി വടിവാൾ സലീം, ആറാം പ്രതി പ്രദീപ എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പ്രസ്താവിച്ചത്. പ്രതികൾക്ക് ജീവപര്യന്തം തടവ് നൽകണമെന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടും. ഇത് സമൂഹത്തിന് ഒരു പാഠമാകേണ്ട കേസാണെന്നും പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം പരിഗണിച്ച കഠിനമായ ശിക്ഷ ഉറപ്പാക്കണമെന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ കണ്ടെത്തിയത്. എന്നാൽ കേസിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അതോടെയാണ് സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകനെന്ന പ്രോസിക്യൂഷൻ ആരോപിച്ച 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നു. ദിലീപിനൊപ്പം 7ാം പ്രതി ചാർലി തോമസ്, 9ാം പ്രതി സനൽകുമാർ, 10ാം പ്രതി ശരത് ജി നായർ എന്നിവരെയും കോടതി വെറുതെ വിട്ടിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയ രാഹുലിനെ സ്വീകരിക്കാൻ ബൊക്കയുമായി കോൺഗ്രസുകാർ. പുറത്ത് കോടിയുടെയും തൊട്ടിലിൻ്റെയും പ്ലക്കാർഡുമായി CPM പ്രവർത്തകരും. ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 15 ദിവസത്തിന് ശേഷം തിരികെ എത്തിയത് ഏറെ നാടകീയമായിട്ടാണ്. തനിക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്നും സത്യം ജയിക്കുമെന്നും രാഹുൽ പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. കേസിലെ 2ാം പ്രതിയും രാഹുലിൻ്റെ സുഹൃത്തുമായ ജോബി ജോസഫ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. വൈകിട്ട് 4:50 തിരക്കൊഴിഞ്ഞ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയത്. കുന്നത്തൂർമേട് സൗത്ത് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലായിരുന്നു രാഹുലിന്റെ വോട്ട്. MLAയുടെ ഔദ്യോഗിക കാറിലാണ് രാഹുൽ പോളിംഗ് ബൂത്തിന് മുന്നിലെത്തിയത്. വോട്ട് ചെയ്യാൻ എത്തുന്നതിന് മുൻപോ ശേഷമോ കാര്യമായി പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. തനിക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്നും സത്യം ജയിക്കുമെന്നുമായിരുന്നു രാഹുലിന്റെ പ്രതികരണം. പാലക്കാട് തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ രാഹുൽ ഒളിവിൽ പോയത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കും സത്യം ചെയ്യും. പൂവൻകോടിയുടെയും തൊട്ടിലിന്റെയും ചിത്രം ഉയർത്തി പോളിംഗ് ബൂത്തിന് മുന്നിൽ രാഹുലിനെതിരെ പ്രതിഷേധം നടന്നു. കൂകിവിളിയോടെയാണ് DYFI BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. വോട്ട് ചെയ്തതിനു ശേഷം കുറച്ചു സമയം MLA ഓഫീസിലും രാഹുൽ ചെലവഴിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്ന് ഹർജിയിൽ പറയുന്നു. 2 കേസുകളാണ് രാഹുലിനെതിരെ നിലവിലുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി നിരന്തരമായി ലൈംഗിക ചൂഷണം നടത്തുകയും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തതാണ് 1ാമത്തെ കേസ്. ഈ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന് ആരോപിച്ച് ബംഗളൂരുവിൽ നിന്നുള്ള യുവതി KPCC അധ്യക്ഷന് നൽകിയ പരാതിയിലാണ് 2ാമത്തെ കേസിന് അടിസ്ഥാനം. ഈ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഉപാധികളോടെ രാഹുലിന് ജാമ്യം അനുവദിച്ചിരുന്നു. ആദ്യ കേസിലെ 2ാം പ്രതിയും രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഹർജി നൽകിയത്. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബിയാണെന്ന് പരാതിക്കാരിയായ യുവതി മൊഴി നൽകിയിരുന്നു. അതേസമയം യുവതി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഗുളിക എത്തിച്ചതെന്നും ഗുളികയെപ്പറ്റി മറ്റൊരു വിവരവും ഇല്ലെന്നുമാണ് ജോബിയുടെ വാദം. കേസ് പരിഗണിക്കുന്നത് 17ലേക്ക് മാറ്റി. അതിനിടെ പീഡനക്കേസിലെ പരാതിക്കാരിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറെ വീണ്ടും റിമാൻഡ് ചെയ്തു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജയിലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. രാഹുലിന്റെ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. 2 തവണ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് 12 ദിവസമായി രാഹുൽ ഈശ്വർ റിമാൻഡിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കുടുംബ വഴക്കിനിടെ ഉണ്ടായ കൊലക്കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. ആര്യങ്കോട് സ്വദേശി സത്യരാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. സത്യരാജിന്റെ ബന്ധുവായ കാവലൂർ സ്വദേശി ജോയിയാണ് പിടിയിലായത്. ഒളിവിലുള്ള മറ്റു പ്രതികൾക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാണ്. സത്യരാജിന്റെ സഹോദരന്റെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയായിരുന്നു കൊലപാതകം.
തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന ആര്യങ്കോട് ചെമ്പൂർ മിനി ഭവനിൽ സത്യരാജ് എന്ന 61-കാരനാണ് മരിച്ചത്. ഈ മാസം 6-ന് രാത്രി 8:30 കേസിനാസ്പദമായ സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ. സത്യരാജിന്റെ വീടിന് സമീപത്താണ് സഹോദരൻ മനോഹരൻ താമസിക്കുന്നത്. മനോഹരനും ഭാര്യ ഷൈനിയും തമ്മിൽ സാമ്പത്തിക വിഷയത്തെ ചൊല്ലിയുണ്ടായ തർക്കം ഷൈനി തന്റെ വീട്ടുകാരെ അറിയിച്ചിരുന്നു. തുടർന്ന് കീഴാറൂർ കാവല്ലൂരിൽ താമസിക്കുന്ന ഷൈനിയുടെ അച്ഛൻ ജോസ് എന്ന് വിളിക്കുന്ന ആൽബി, ഇയാളുടെ മക്കളായ ജോയ്, ജോഷി എന്നിവർ മനോഹരന്റെ വീട്ടിലെത്തി. തുടർന്നുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയുടെ വക്കിലെത്തി. ബഹളം കേട്ട് വിഷയത്തിൽ ഇടപെടാനെത്തിയതായിരുന്നു സത്യരാജ്. ഇവിടെ വച്ച തലക്കടിയേറ്റ് ഗുരുതരമായി പരിക്ക് പറ്റിയ സത്യരാജിനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിശദമായ അന്വേഷണത്തിലാണ് കീഴാറൂർ കാവല്ലൂർ സ്വദേശി ജോയിയെ അറസ്റ്റ് ചെയ്തത്. മറ്റ് 2 പ്രതികൾക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം സംസ്കരിച്ചു. ചില പാർട്ടി കോട്ടകളിൽ രാഷ്ട്രീയ പ്രവർത്തകർ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത്. എതിർ പാർട്ടിയിലുള്ളവർക്ക് നേരെ മാത്രമല്ല, മാധ്യമ പ്രവർത്തകരെയും അവർ ആക്രമിക്കും. കാസർഗോഡ് വോട്ടെടുപ്പിനിടെ ന്യൂസ് 18 വാർത്താ സംഘത്തിന് നേരെ കയ്യേറ്റ ശ്രമവും അസഭ്യവർഷവും നടത്തിയത് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. ലീഗിന്റെ ശക്തി കേന്ദ്രമായ കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു കയ്യേറ്റ ശ്രമം. ഇതുപോലെ മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്യുന്നവരെ വെറുതെ വിടാൻ പാടില്ല. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കും. കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് സംഭവം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കണ്ണൂരിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ഒരു സംഘം മുസ്ലിം ലീഗ് പ്രവർത്തകർ ന്യൂസ് 18 റിപ്പോർട്ടർ KV ബൈജുവിന് നേരെ കയ്യേറ്റ ശ്രമവും അസഭ്യവർഷവും നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തടസ്സപ്പെടുത്തുകയായിരുന്നു ഇവർ. ഇവിടുന്ന് പുറത്തിറങ്ങില്ലെന്നും ഞങ്ങളുടെ കോട്ടയാണെന്നും ആഘോഷിച്ചായിരുന്നു കയ്യേറ്റ ശ്രമം. മാധ്യമപ്രവർത്തകർക്ക് നേരെ ലീഗ് പ്രവർത്തകർ കൂട്ടമായി എടുക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ ഇടപെടുകയും അവരെ പിടിച്ചു മാറ്റുകയും ചെയ്തു. റിപ്പോർട്ടിംഗ് തടസ്സപ്പെടുത്തിയതിനൊപ്പം 1 മണിക്കൂറോളം വാർത്താ സംഘത്തെ അക്രമികൾ തടഞ്ഞുവെച്ചു. പിന്നീട് വിവരമറിഞ്ഞ് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. കേരള വിഷൻ റിപ്പോർട്ടർ ജോസഫ് അഗസ്റ്റിന് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. റിപ്പോർട്ടിംഗ് തടസ്സപ്പെടുത്തുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ തങ്ങളെ അനുകൂലിച്ച് മാത്രം വാർത്തകൾ നൽകണമെന്ന നിർബന്ധ ബുദ്ധി വെച്ച് പുലർത്തുന്നത് ശരിയല്ലെന്നും ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ പുതിയ കാര്യമല്ല. എന്നാൽ സ്ഥാനാർത്ഥികളുടെയും പാർട്ടി നേതാക്കളുടെയും വീട് കയറി ആക്രമിക്കുന്ന തരത്തിലേക്ക് അത് വളരുന്നത് ജനാധിപത്യത്തിനൊട്ടും ഭൂഷണമല്ല. ഇത്തരത്തിൽ 2 സംഭവങ്ങളാണ് പാലക്കാട് ജില്ലയിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായത്. മണ്ടാഴിയിൽ UDF സ്ഥാനാർത്ഥിയെ CPM പ്രവർത്തകർ വീട് കയറി ആക്രമിച്ച സംഭവം. 11 മാസം പ്രായമുള്ള കുഞ്ഞിനും സംഘർഷത്തിൽ പരിക്കേറ്റു. പാലക്കാട് കല്ലേക്കാട് കോൺഗ്രസ് നേതാവിൻ്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ BJP സ്ഥാനാർത്ഥിയും പോലീസ് തിരയുന്നു. പാലക്കാട് വണ്ടാഴി പഞ്ചായത്ത് കിഴക്കേത്തറ 11-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി സജിത വിപിനെ CPM പ്രവർത്തകർ വീട് കയറി ആക്രമിച്ചെന്നാണ് പരാതി. രാവിലെ 10 മണിയോടെയാണ് സംഭവം. സജിതയ്ക്കും സജിതയുടെ ഭർത്താവ് വിപിൻ, സജിതയുടെ അമ്മ പങ്കജം,
11 മാസം പ്രായമുള്ള കുഞ്ഞ് എന്നിവർക്കും പരിക്കേറ്റു. വോട്ടർമാർക്ക് ബൂത്ത് നമ്പറും മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിനായി സ്ഥാനാർത്ഥിയും പ്രവർത്തകരും നിൽക്കുന്നതിനെ ചൊല്ലി CPM പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. പിന്നാലെ വീട്ടിലെത്തി ആക്രമിച്ചെന്നാണ് പരാതി. രാജേഷ് അങ്ങനെ രണ്ടുപേരൊന്ന് പറയുന്നത്. അപ്പം ഞാൻ പോകാൻ പറ്റില്ല, നിങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞത് ചൊല്ലി ഞാൻ പിന്നെ അതിൽ പോലീസ് വന്ന് കുഴപ്പമില്ലാത്ത ഞങ്ങൾ പറഞ്ഞു അവിടെ അവിടെ നിൽക്കി ഇവിടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോയി വീട്ടിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പകുതിയായപ്പോഴേക്കും പിന്നെ എല്ലാവരും കൂടെ പോയി എൻ്റെ 15 മാസമായ മകനെ പിടിച്ച് അടിച്ചു, എൻ്റെ ചേര കൊണ്ട് അടിച്ചു. എൻ്റെ അമ്മായി കളിക്കാൻ എൻ്റെ അമ്മായി സംഭവത്തിൽ മംഗലം ഡാമിലെ CPM പ്രവർത്തകരായ സുബിൻ, രോഹിത്, ഇബ്നു സയ്യിദ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. 3 പ്രതികളും മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി അതിക്രമം നടത്തിയെന്ന് FIR-ൽ പറയുന്നു. കുഞ്ഞിന്റെ കഴുത്തിലെ മാല മോഷ്ടിച്ചെന്നും FIR-ലുണ്ട്. പാലക്കാട് കല്ലേക്കാടാണ് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. പുലർച്ചെയാണ് DCC സെക്രട്ടറി നന്ദബാലിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. അക്രമത്തിൽ KSU പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിരായിരി പഞ്ചായത്ത് 18-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി അരുൺ ആലങ്ങാടിനെയും പോലീസ് തെരയുന്നുണ്ട്. എന്നാൽ BJP പ്രവർത്തകർ നിരപരാധികളാണെന്നാണ് പാർട്ടി നേതാക്കളുടെ വാദം. ആക്രമണത്തിന് പിന്നിൽ BJPയും CPM-ഉമാണെന്ന് VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നെയ്യാറ്റിൻകര ചെങ്കലിൽ MDMA-യും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. വെമ്പായം സ്വദേശി അനന്തുവിൽ നിന്ന് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് 42 ഗ്രാം MDMA-യും 2 കിലോയോളം കഞ്ചാവും. കൊല്ലം കൊട്ടിയത്ത് അനധികൃതമായി വിൽപ്പനയ്ക്കെത്തിച്ച വ്യാജ സിഗരറ്റുകൾ പിടികൂടി. ITC കമ്പനിയുടെ അതേ ലേബലിൽ പാക്ക് ചെയ്ത സിഗരറ്റുകളുമായാണ് 2 പ്രതികൾ പിടിയിലായത്. കൊല്ലത്ത് 65-കാരനായ നടരാജനെ തടഞ്ഞു നിർത്തി മൊബൈൽ ഫോണും പണവും അപഹരിച്ച 2 പ്രതികളെ ഏഴുകോൺ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രശാന്തൻ, സുദീപൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിവാഹ ചർച്ചകൾക്കായി വിളിച്ചു വരുത്തിയ 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കാമുകിയുടെ വീട്ടുകാർ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിച്ചു കൊന്നു. തെലങ്കാനയിലെ സാറാംഗഡ്ഡി ജില്ലയിലാണ് ഞെട്ടിക്കുന്ന സംഭവം. 2ാം വർഷ BTech വിദ്യാർത്ഥിയായ ജ്യോതി ശ്രാവൺ സായാണ് കൊല്ലപ്പെട്ടത്. നാട്ടിൽ ലഹരി മാഫിയയും ക്രിമിനൽ സംഘങ്ങളും അഴിഞ്ഞാടുമ്പോൾ അവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലീസിന് ധൈര്യമുണ്ടോ? പകരം സാധുക്കളായ മനുഷ്യരെ വിരട്ടാനും കള്ളക്കേസിൽ കുടുക്കാനും കാക്കിയിട്ട ഏമാന്മാർക്ക് എന്തൊരു ഉത്സാഹമല്ലേ? ഇവിടെ നിയമം അറിയില്ലെന്ന് കരുതി എന്ത് തോന്നിയാസവും കാട്ടാമെന്ന് പോലീസ് കരുതേണ്ട. കാസർഗോഡ് ചെർക്കളയിൽ പോലീസിന്റെ കള്ളക്കളി പൊളിച്ചടുക്കിയ ഒരു മിടുക്കിയെ ഒന്ന് പരിചയപ്പെടാം. പേര് മാജിദ. മേനങ്കോട് സ്വദേശിനിയാണ് ഈ 19-കാരി. കഴിഞ്ഞ ദിവസം അനുജനുമൊത്ത് മാജിദ് സ്കൂട്ടറിൽ കടയിൽ വന്നതാണ്. പ്രായപൂർത്തിയാകാത്ത സഹോദരനാണ് വാഹനം ഓടിച്ചതെന്ന് കരുതി പോലീസ് സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്തു. മാജിദയ്ക്കെതിരെ കേസുമെടുത്തു. താനല്ല ഓടിച്ചതെന്ന് അനുജൻ പറഞ്ഞിട്ടും പോലീസ് കേൾക്കാൻ തയ്യാറായില്ല. ഇതോടെ CCTV ദൃശ്യത്തിൻ്റെ സഹായത്തോടെ പോലീസ് എടുത്തത് കള്ളക്കേസാണെന്ന് പെൺകുട്ടി തെളിയിച്ചു. ഇപ്പോൾ വിദ്യാർത്ഥി സ്കൂട്ടർ ഓടിച്ചെന്ന വകുപ്പ് ഒഴിവാക്കും. പകരം വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്തതിന് കേസ് ഉണ്ടാകുമെന്നാണ് വിദ്യാനഗർ പോലീസ് പറയുന്നത്. ഇങ്ങനെ സാധുക്കളെ വേട്ടയാടുന്ന സമയത്ത് യഥാർത്ഥ കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസിന് ആർജവമുണ്ടോ? ഇല്ലെങ്കിൽ കാക്കി ഒരുമിച്ച് മറ്റെന്തെങ്കിലും പണിക്ക് പോകും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.